ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏതാണ്? ആദ്യ ഭാഷ. ദൈവദശകം, ശിവശതകം, ദർശനമാല ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. റാണി ഗൗരി പാർവതി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. സ്പാനിഷ് മിഷണറിയായിരുന്ന ട്വിങ്കിൾ ടാപ്പ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. സ്പാനിഷ് മിഷണറിയായിരുന്ന ട്വിങ്കിൾ ടാപ്പ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതാണ്? പോർച്ചുഗലാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം 1900, 1901. തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരമാണ് ഇൻക സംസ്കാരം. കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവാണ് MGS നാരായണൻ. കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവാണ് MGS നാരായണൻ. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? ആർഗണും കാർബൺ ഡയോക്സൈഡും. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ്? ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ചോദ്യം, ഹേമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏതാണ്? ഹിമപ്പുലിയാണ്. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം എവിടെയാണ്? കൊച്ചി. താഴേക്ക് ചെരിഞ്ഞ നേർരേഖ ചോദനാവക്രത്തിൻ്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത എത്രയാണ്? 1. താഴേക്ക് ചെരിഞ്ഞ നേർരേഖ ചോദനവക്രത്തിൻ്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത 1. ഉൽപാദന സാധ്യത വക്രത്തിൻ്റെ ആകൃതി കോൺകേവ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനമാണ് RBI. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസമാണ്. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമേ ഉള്ള കമ്പോളമാണ് മോണോപ്സോണി. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളമാണ് മോണോപ്സോണി. അടുത്തത്, മൗലിക ഘടകങ്ങൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത വർഷമാണ് 1978. ലോകസഭയുടെ പ്രഥമ സ്പീക്കർ GV മൗലങ്കർ. പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് 2019 ഡിസംബർ 11. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ്? വരുമാന നികുതി. ഭരണഘടനാ ഇതര സ്ഥാപനം നീതി ആയോഗ്. നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 74. നഗരപാലിക ആക്ട് 74. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ജസ്റ്റിസ് MM പരീത് പിള്ള. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം 1969. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ 100 ദിവസം. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം 2008. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം എന്നാണ്? 2018. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നുമാണ്. എന്താണ് ഡോപ്സൺ യൂണിറ്റ്? അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്ന യൂണിറ്റാണ് ഡോപ്സൺ യൂണിറ്റ്. 2021 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? മണ്ണിൻ്റെ ലവണീകരണം തടയൂ, മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൂ. മണ്ണിൻ്റെ ലവണീകരണം തടയൂ, മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൂ. ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം E. താഴെ പറയുന്നതിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന Aയും Bയും ശരിയാണ്. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ആർക്കിമിഡീസ് തത്വം. അന്തർവാഹിനികളുടെ നിർമ്മാണം ആർക്കിമിഡീസ് തത്വമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്.
അൾട്രാവയലറ്റ് തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? എക്സ് തരംഗം ആണ്. താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? പാർസെക്. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറ്റിൽ 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിൻ്റെ പവർ എത്രയാണ്? 1600 വാട്ടാണ്. ഒരു ഏകാത്മകത മിശ്രിതത്തിന് ഉദാഹരണമാണ് ഉപ്പുവെള്ളം. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്താണ്? മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പ്, വെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്താം? മിശ്രിതം, സംയുക്തം, മിശ്രിതം. നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിലെ TFM ഡാഷിൽ കൂടുതലായിരിക്കും. എത്ര? 70% കൂടുതൽ TFM ഉണ്ട്. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണൻ്റെ നോവൽ ഏതാണ്? ആൽഫയാണ്. ആൽഫ. ഉപലേന്ദു ചാറ്റർജി എന്ന കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണൻ്റെ നോവലാണ് ആൽഫ. അടുത്തത് ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ ഏത് കായിക മത്സരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റെസ്ലിംഗ്. ബ്രിഡ്ജ് ഔട്ട് റെസ്ലിംഗ് ആണ്. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാനാണ് ചിറക്കൽ തമ്പുരാൻ. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? ചിറക്കൽ തമ്പുരാനാണ്. സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാനത്തെ നിലമായ നീതൽ എന്തിനെ സൂചിപ്പിക്കുന്നു? കടലോര പ്രദേശം. ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ്? രേത്ത് സമാധി എന്ന് പറയുന്നതാണ് ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ്? രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ഉത്തരം. ഈച്ച് വൺ ഓഫ് യു ഡാഷ് സ്പെഷ്യൽ. ഈച്ച് വൺ ഓഫ് ചൂസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഈസ് ഫ്രം ദ ഗീവൺ ഓപ്ഷൻസ്. ഏതാണ്? എ ഡ്രീമി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഡെലീറിയസ്. എ ഡ്രീമി സ്റ്റേറ്റ് ഡെലീറിയസ്. ഷീ കാണ്ട് ഡാഷ് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. പുട്ടപ്പിത്ത് എന്ന് വെച്ചാൽ ടോളറേറ്റ് എന്നാണ്. ഷീ കാണ്ട് ടോളറേറ്റ് ഹെർ ഹസ്ബൻഡ് എനി ലോങ്ങർ. ഷീ കുഡിൻറ്റ് അഡാപ്റ്റ് ടു ന്യൂ സർക്കംസ്റ്റൻസസ്. അഡാപ്റ്റ്, ADAPT, അഡാപ്റ്റ് ആണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗീവൺ ഇഡിയം. എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. ഡിഫിക്കൽട്ട് പ്രോബ്ലമാണ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. റീമ replied that she would complete the work. Which is the incorrect word in the sentence? Rima replied that she would completed the work. Completed എന്ന വാക്കാണ് തെറ്റ്. Complete the sentence. I would have bought a gift if you had called me on your birthday. I would have bought a gift if you had called me on your birthday. Select the correct question tag ഏതാണ്? I often come home late. Don't I? Which of the following options are most similar in the meaning of the word pensively? എന്താണ്? ഒന്ന് സ്പെക്കുലേറ്റീവ് കറക്റ്റാണ്. റൂമിനേറ്റീവ് തോട്ട്ഫുൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം.
അടുത്തത് മലയാളമാണ്. ക്രമം അനുസരിച്ച് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷൻ മാത്രം എന്നാണ് പറഞ്ഞേക്കുന്നത്, അനുക്രമം. ക്രമം അനുസരിച്ച് എന്ന പദം വരുന്ന അർത്ഥം, ക്രമം അനുസരിച്ച് എന്ന അർത്ഥം വരുന്ന പദം അനുക്രമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ മാത്രമാണ് ശരി. അതായത് സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. കൈയക്ഷരം എന്ന പദം തിരിച്ചെഴുതിയാൽ ഓപ്ഷൻ 4 അതായത് കൈ പ്ലസ് അക്ഷരം. നിഘണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏതാണ്? രണ്ടാമതാണ്. ചക്രവാകം, ചക്രവാതം, ചക്രവാളം, ചക്രപദം ഏതാണ്? നാലാമത്തതാണ് ശരി. നാലാമത്തെ അസ്തമയം. അസ്തമയം എന്ന് പറയുന്നതാണ് അസ്തമയം. നാലാമത്തെ ഓപ്ഷൻ, അതായത് ഓപ്ഷൻ ബി 4 മാത്രം ശരി. യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം എന്ന് പറയുന്നത് ആണ് യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? സദൃശ്യമാണ്. സദൃശ്യമാണ് ഈ ദൃശ്യം എന്നതിൻ്റെ വിപരീത പദം. സൂര്യൻ എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് സുധാംശു. സുധാംശു എന്ന് പറയുന്നത് സൂര്യൻ്റെ പര്യായമല്ല. ഏതൊക്കെയാണ്? അർക്കൻ, മിഹിരൻ, ആദിത്യനെല്ലാം സൂര്യൻ്റെ പര്യായ പദമാണ്. അടയുടെ ഉള്ളിലൊരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്താണ്? തേനീച്ചക്കൂട്. അടയുടെ ഉള്ളിലൊരു പെരുമ്പട. അടയുടെ ഉള്ളിലൊരു പെരുമ്പട, തേനീച്ചക്കൂട്. അടുത്തത് തെറ്റായ തർജ്ജമയാണ് കണ്ടുപിടിക്കുന്നത്. ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ കൊള്ളാത്തവൻ നല്ല. അതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. കിക്ക് ദ ബക്കറ്റ് മരണപ്പെട്ടു. 11th hour 11ാം മണി. റെഡ് ടേപ്പ് ചുവപ്പ് നാട. അടുത്തത് കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണ്? തവനൂർ സെൻട്രൽ ജയിലാണ് കേരളം രൂപീകൃതമായതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? അലക്സാണ്ടർ ജേക്കബ്. ബോസ്റ്റൽ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് ഏത് പ്രായപരിധിയുള്ള തടവുകാരെയാണ്? 18 മുതൽ 21 വയസ്സ് വരെ. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 4 അതായത് സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കളക്ടർ സമിതിയിലെ അംഗമാണ്. അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2, 3 മാത്രമാണ് ശരി. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നത് ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 11 ഡിസംബർ 1998 നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാവാൻ കഴിയുള്ളൂ എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കമ്മീഷൻ 5 ഡിവിഷനുകളാണുള്ളത്. ശ്രീ രാജീവ് ജെയിൻ നിലവിലെ കമ്മീഷൻ അംഗമാണ്. ഇതൊക്കെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഇവയൊന്നും അല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ വിശ്വാസ് മേത്ത. വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു? 1, 2, 3, 4 ഉൾപ്പെടുന്നുണ്ട്. അതായത് സർക്കാർ ഓഫീസുകൾ, ISRO, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നോട്ട് നിൽക്കുന്നത്? ശാരീരിക ചലനപര ബുദ്ധി. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിനാണ് ഉദാഹരണം? സാമൂഹികം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നതാണ് ഉത്കണ്ഠ. താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രായ പ്രേരണയ്ക്ക് ഉദാഹരണം?
നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു.